ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ കോട്ടയം മൂലവട്ടം അമൃത സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു ആഗ്രഹം. ഡോക്ടർമാരെയും ആരോഗ്യപ്രവർത്തകരെയും ഒന്ന് ആദരിക്കുക. അതിനായി അവർ തിരഞ്ഞെടുത്തത് കോട്ടയം നാട്ടകത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനെ. രാവിലെ തന്നെ മിഠായികളും പൂക്കളുമായി വിദ്യാർത്ഥികളും അധ്യാപകരും കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കെത്തി. തുടർന്ന് ചെറുപുഞ്ചിരിയോടെ അവർ അവരുടെ സ്നേഹം കൈമാറി. പല വർഷങ്ങളിൽ പല കാലങ്ങളിൽ ഇങ്ങനെയുള്ള ദിനങ്ങൾ വന്നു പോകുമ്പോൾ എന്നത്തെയും പോലെ ആ ദിവസം കടന്നു പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഈ വർഷത്തെ ഡോക്ടേഴ്സ് ദിനം അമൃത സ്കൂളിനും നാട്ടകത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യപ്രവർത്തകർക്കും ഡോക്ടർമാർക്കും മറക്കാനാവാത്ത നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. അതും മനോഹരമായ നിമിഷങ്ങൾ. ചികിത്സാ പിഴവുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഡിഫെൻസീവ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. ഡിഫെൻസീവ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% ഉറപ്പിക്കാനായിട്ട് പലവിധ ലാബ് ടെസ്റ്റുകൾ ചെയ്യുക. ഹയർ സെൻറ്ററിലേക്ക് നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് സംശയം തോന്നിയാൽ തന്നെ അപ്പം തന്നെ നമ്മൾ അതിനെ നമ്മൾ കുറച്ച് കൂടുതൽ പരിശോധനകൾ ചെയ്ത് ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്യുക. അങ്ങനെയുള്ള പ്രവണതകളെല്ലാം ഞാനടക്കമുള്ള എല്ലാ ഡോക്ടർമാരോടും വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന നമ്മുടെ ഈ ചികിത്സയിൽ ഉണ്ടാകുന്ന കുറേ സങ്കീർണതകളുണ്ട്. അതായത് കോംപ്ലിക്കേഷൻസ്. ആ കോംപ്ലിക്കേഷൻസിനെ പോലും ചികിത്സാ പിഴവെന്ന് കരുതി മാധ്യമങ്ങളിലും എല്ലാം റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ നമ്മൾ ഡിഫെൻസീവ് മെഡിസിൻ, അതായത് നമ്മൾ പ്രതിരോധത്തിലാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊക്കെ നമ്മളൊക്കെ വന്ന് ഈ കുഞ്ഞു കുട്ടികളൊക്കെ വന്ന് നമ്മൾ പൂക്കൾ തരിക, നമ്മുടെ ആ ഡോക്ടേഴ്സ് ദിനമൊക്കെ ആചരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പിന്നെയും ഞങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മളെ പഴയ രീതിയിൽ പിന്നെയും നമ്മളെ ഒരു എന്താ പറയുന്നത് സമൂഹത്തിനോട് അല്ലെങ്കിൽ ഈ നമ്മുടെ രോഗികളോട് നമുക്ക് പിന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ്. അവരോടുള്ള ആ കൂട്ടായ്മ നമ്മളെ പിന്നെയും ദൃഢപ്പെടുത്തുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഞങ്ങളെ എല്ലാവരും ഓർത്തതിന്. വളരെ നന്ദി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചു. ഡോക്ടേഴ്സ് ഡേ ആചരണത്തിൻ്റെ ഭാഗമായി മൂലവട്ടം അമൃത സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരെ ആദരിക്കുന്നതിന് വേണ്ടി ആണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ മുൻപിൽ എഴുതി വച്ചിരുന്ന വാചകം ആരോഗ്യം പരമം ധനം എന്നുള്ള വാചകം കണ്ടപ്പോൾ പെട്ടെന്ന് കാര്യം ഓർമ്മ വന്നത്, ഞങ്ങൾ വിദ്യാലയത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണ്. അറിവാണ് ഏറ്റവും വലിയ ധനം എന്ന് നമ്മൾ കരുതുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രയെല്ലാം നമുക്ക് സമ്പത്തുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമാണ് ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യം പരമമായ ധനമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തിലെ മുഴുവൻ സമൂഹത്തിൻ്റെയും അവരുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ നേഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരുമെല്ലാം വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അമൃത സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം കണക്കിലാക്കിക്കൊണ്ട് ഡോക്ടർമാരെ മാത്രമല്ല ഇവിടെയുള്ള മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും ഒരേപോലെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകതയിൽ ഡോക്ടർമാർക്ക് ഏറെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു.